അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഓവണും എഗ്ഗും ഒന്നും ഇല്ലാതെ നല്ലൊരു സിമ്പിളായിട്ടുള്ള കേക്ക്, വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക്. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, കോഫി പൗഡർ 2 ടീസ്പൂൺ, ഷുഗർ ഒരു 3 to 4 ടേബിൾ സ്പൂൺ. നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ഇടാം, അല്ലെങ്കിൽ കുറച്ചാണ് വേണ്ടതെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ കുറച്ചിട്ടിടാം. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ടേസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഒരു പിഞ്ച് ഉപ്പിട്ടാൽ മതിയാവും. എല്ലാം കൂടി ഒന്നിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. മൈദയിലും പിന്നെ ഷുഗറിലൊക്കെയുള്ള കട്ട ലംസ് അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. 2-3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല കേക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒക്കെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് മിൽക്ക് എടുത്തിട്ട് ഇത് മിക്സ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതൊക്കെ മിക്സ് ചെയ്യാം. ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ വേണമെങ്കിൽ ബട്ടർ വേണമെന്നുള്ളവർക്ക് ബട്ടർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ചോയ്സ് അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ വിനേഗറും കൂടി ആഡ് ചെയ്യാണ്. വിനേഗർ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഇളക്കിയാൽ മതി, ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഇളക്കിയിട്ട് ഒരു കുക്കറിലോട്ടേക്ക് മാറ്റി വേവിച്ചെടുക്കാം. 20 മിനിറ്റോ 30 മിനിറ്റോ വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് കേക്കായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ലെയറായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് 1 ലെയറോ 2 ലെയറോ എത്ര ലെയർ വേണ്ടേ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ലെയറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മുകളിലെ ഭാഗം കൂടി ഒന്ന് നല്ല ഫ്ലാറ്റൻ ചെയ്യണം. ഓരോ ലെയറിലും നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ കേക്ക് നല്ല മോയ്സ്റ്റും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ലെയറിലും കൂടി ഇതുപോലെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്ന. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് ഓരോ ലെയർ നമ്മൾ എത്ര ലെയറാണോ ആക്കുന്നത് ആ ലെയറിൻ്റെ ഇടയിലൊക്കെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ക്രീം ഈ കേക്കിന് നല്ലതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റേതായ രീതിയിൽ ഞാനിവിടെ കുറച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കഴിവ് പോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്.
ഞാനിവിടെ മുട്ടയൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറേ ടൈം സേവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയ കേക്കാണ് ഇത്. എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഞാനിവിടെ ഓവണൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയ കേക്കാണ്. ഓവൺ അല്ലാതെ പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ കേക്ക് ടിന്ന് ഒരു പാത്രത്തിൽ വെച്ച് സ്റ്റൗ ടോപ്പിൽ വെച്ച് വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റ് ഗനാശ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്.